സ്വന്തം മകൾ എമ്മ മരിച്ച വിവരം അലിസൺ അറിയുന്നു. അലിസണും ഭർത്താവ് ലാരിയും ബോഡി ഐഡൻറ്റിഫൈ ചെയ്യാനായി ലണ്ടനിലേക്ക് പോകുന്നു. ബെലാറസ് ഓപ്പറേഷനിൽ നിന്ന് കിട്ടിയ നോർമൻ്റെ ഫോണും ബാഗും പരിശോധിക്കുന്നു. ബാഗിൻ്റെ ഓരോ പീസും അഴിച്ച് ഒരു സ്നൈപ്പറാക്കാൻ പറ്റുന്നതായിരുന്നു. ജാക്കാൾ ഉപയോഗിച്ച അതേപോലത്തെ. ജാക്കാൾ തന്നെ പറ്റിച്ച് എലിയാസ് മാൻഫ്രെഡിന് പണി കൊടുക്കാൻ മാൻഫ്രെഡിൻ്റെ ഫ്യൂണറലിൽ കയറിപ്പറ്റാൻ ശ്രമങ്ങൾ നടത്തുന്നു. അതിനായി ഫ്യൂണറൽ ഹോമിൽ നിന്ന് വിവരങ്ങൾ ശേഖരിക്കുന്നു. ജാക്കാളിൻ്റെ വൈഫ് എയർപോർട്ടിന് പുറത്ത് അവനെ കണ്ട കാര്യം പറയുന്നു. അവനെയല്ല അവിടെ കണ്ടത് എന്നൊക്കെ പറഞ്ഞ് അവൻ തടി തപ്പുന്നു. പക്ഷേ ന്യൂറിയയ്ക്ക് സംശയമാകുന്നു. അവന് വല്ല അഫെയറും ഉണ്ടോ എന്ന് അവൾക്ക് ഭയങ്കരമായി സംശയിക്കുന്നു. അവനെക്കുറിച്ചുള്ള സംശയം കൊണ്ട് ജാക്കാളിൻ്റെ ഓഫീസ് റൂം അവൾ പരിശോധിക്കുന്നു. ഫ്ലോറിലുള്ള ഒരു സീക്രട്ട് വോൾട്ട് അവർ കണ്ടുപിടിക്കുന്നു. പക്ഷേ അവർക്കത് തുറക്കാൻ സാധിക്കുന്നില്ല. ന്യൂറിയയും അവളുടെ സഹോദരനും അമ്മയും കൂടി റൂം മുഴുവൻ പരിശോധിച്ച് മിററിന് പുറകിലുള്ള ഒരു സീക്രട്ട് ഡോർ കണ്ടുപിടിക്കുന്നു. അത് തുറന്നു നോക്കുമ്പോൾ അവർ അതിൽ കാണുന്നത് മുഴുവൻ അവരെ അത്ഭുതപ്പെടുത്തുന്നു. പക്ഷേ ജാക്കാൾ അതെല്ലാം അവൻ്റെ ഫോണിൽ കൂടി കാണുന്നുണ്ടായിരുന്നു. അലിസൺ ബിയൻകയെ കണ്ട് തൻ്റെ മകളെക്കുറിച്ച് ചോദിക്കുന്നു. എമ്മയ്ക്ക് ഒരു ഗുരുതരമായ ഹൃദ്രോഗം ഉണ്ടായിരുന്നത് കൊണ്ടാണ് അവൾക്ക് പെട്ടെന്ന് ഇങ്ങനെ സംഭവിച്ചതെന്ന് ബിയങ്ക അലിസണോട് പറയുന്നു. ഇതേസമയം നോർമൻ തനിക്ക് നേരെ ഉണ്ടായ ആക്രമണത്തെക്കുറിച്ച് ലാരിയോട് പറയുന്നു. തൻ്റെ ഭാര്യ തന്നെയാണ് നോർമനെ കൊടുക്കാൻ പോലീസിനെ സഹായിച്ചതെന്ന് ലാരിക്ക് മനസ്സിലാകുന്നു. അവൻ അലിസനെ ക്രൂരമായി വലിച്ചിഴച്ച് റൂമിലേക്ക് കൊണ്ടുപോകുന്നു. ബിയങ്ക അവളുടെ സീനിയർ ഓഫീസറെ കണ്ട് ബെലാറസ് ഓപ്പറേഷനിൽ ആരോ നോർമന് വിവരങ്ങൾ ചോർത്തി നൽകി എന്ന് പറയുന്നു. നമ്മുടെ ഓഫീസിൽ ആരോ ഒരു ചാരൻ ഉണ്ട് എന്ന് പറയുന്നു. ഇതേസമയം ഫ്യൂണറലിന് പോയ എലിയാസിനെ ജാക്കാൾ തട്ടിക്കൊണ്ടുപോകുന്നു. എന്നിട്ട് അവനോട് ചോദിക്കുന്നു, നീ എന്തിനാ എന്നെ പറ്റിക്കാൻ നോക്കിയതെന്ന്? എൻ്റെ അച്ഛനെ കൊല്ലാൻ നിന്നെ ഏൽപ്പിച്ച എന്നെ നീ ഷൂട്ട് ചെയ്തത് കൊണ്ടാണ് ഞാൻ നിനക്ക് മുഴുവൻ ക്യാഷും തരാതിരുന്നതെന്ന് എലിയാസ് പറയുന്നു. അവൻ പറഞ്ഞതെല്ലാം ഫോണിൽ കൂടി അവൻ്റെ സെക്യൂരിറ്റി ഓഫീസർ കേൾക്കുന്നുണ്ടായിരുന്നു. ജാക്കാൾ ഏലിയാസിനെ കൊല്ലുന്നു. കാറിൽ ബോംബ് വെച്ചതിന് ശേഷം അവിടെ നിന്നും രക്ഷപ്പെടുന്നു.